നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഇലക്ട്രിക്കൽ കോണ്ടാക്ടറിനെ എങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അതിന് മുന്നേ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഫംഗ്ഷൻ മ്യൂച്വലി ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനാണ് ഇൻ്റർലോക്കിംഗ് എന്ന് പറയുന്നത്. ഇൻ്റർലോക്കിങ്ങിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സേഫ്റ്റിക്ക്, ഹ്യൂമൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻസ്ട്രുമെൻറ്റിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. കൂടാതെ certain കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാൻ സീക്വൻസിൽ, പ്രോഗ്രാമബിൾ സീക്വൻസിൽ certain കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാനൊക്കെ നമ്മൾ ഇൻ്റർലോക്കിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇൻ്റർലോക്കിംഗ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ്റർലോക്കിംഗ് മെയിൻലി മൂന്നായിട്ട് നമുക്ക് പറയാം. ഒന്ന് മെക്കാനിക്കൽ ഇൻ്റർലോക്ക് എന്ന് പറയാം, രണ്ടാമത് ഇലക്ട്രിക്കൽ ഇൻ്റർലോക്ക് എന്ന് പറയാം, മൂന്നാമത് നമുക്ക് ലോജിക്കൽ അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ഇൻ്റർലോക്കിംഗ് എന്നും പറയാം. അപ്പോൾ ഞാനിന്ന് ഇവിടെ നോക്കുന്നത് ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കാണ്. രണ്ട് കോൺടാക്ടർ തമ്മിൽ നമുക്ക് എങ്ങനെ ഇലക്ട്രിക്കലി ഇൻ്റർലോക്ക് ചെയ്യാനാണ് നോക്കുന്നത്. മെക്കാനിക്കൽ ഇൻ്റർലോക്കിംഗ് ജസ്റ്റ് ഞാൻ പറയാം. മെക്കാനിക്കൽ ഇൻ്റർലോക്ക് എന്ന് പറയുന്നത് രണ്ട് കോൺടാക്ടർ തമ്മിൽ മെക്കാനിക്കലി നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യാം. അതിന് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു മൊഡ്യൂളുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ട്. അത് നമുക്ക് ഏത് കമ്പനീൻ്റെ ആണോ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺടാക്ടർ, ആ കോൺടാക്ടറിൻ്റെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ട് പ്രത്യേക രീതിയിൽ അതിനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഇൻ്റർലോക്ക് ചെയ്യാം. ഇവിടെ ഇൻ്റർലോക്കിംഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോൺടാക്ടർ ഓൺ ആകുമ്പം ആ സെയിം ടൈമിൽ മറ്റേ കോൺടാക്ടർ നമുക്ക് ഓൺ ആക്കാൻ പറ്റില്ല. അത് മെക്കാനിക്കലി ഇൻ്റർലോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ബ്ലോക്ക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഇൻ്റർലോക്കിംഗ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ്. അത് ഞാൻ വയറിംഗ് ചെയ്ത് കാണിച്ചു തരാം. അതെങ്ങനെയാണ് നമ്മൾ ഒരു കോൺടാക്ടർ സ്വിച്ച് ചെയ്യുമ്പോൾ മറ്റേ കോൺടാക്ടറിന് നമ്മൾ സ്വിച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇൻ്റർലോക്കിംഗ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. പിന്നെ മൂന്നാമത്തത് പറയുന്നത് ലോജിക്കൽ ഇൻ്റർലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു certain സിഗ്നൽസ് മതി. നമ്മൾ സിഗ്നൽ കൊണ്ട് നമുക്ക് സിഗ്നൽ വെച്ചിട്ട് നമുക്ക് പിന്നെ ഇൻ്റർലോക്കിംഗ് ചെയ്യാം. അതായത് നമുക്ക് രണ്ട് കൺവെയർ, ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, രണ്ട് കൺവെയർ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ഒന്നാമത്തെ കൺവെയർ റൺ ചെയ്തതിന് ശേഷമേ രണ്ടാമത്തെ കൺവെയർ റൺ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കൺവെയർ റൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റണ്ണിങ് സിഗ്നൽ നമുക്ക് ഇൻപുട്ടിൽ കൊടുത്തിട്ട് രണ്ടാമത്തെ കൺവെയർ നമുക്ക് റൺ ചെയ്യിക്കാനുള്ള PLCയിൽ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോജിക്കൽ ഇൻ്റർലോക്കിങ്ങിൽ ഞാൻ പറഞ്ഞു നമുക്ക് റണ്ണിങ് സിഗ്നൽ വേണം. അത് ഓട്ടോമാറ്റിക് പ്രോസസ്സിലാണ് മെയിൻലി നമ്മൾ ആ ലോജിക്കൽ പ്രോഗ്രാമബിൾ ഇൻ്റർലോക്കിംഗ് യൂസ് ചെയ്യുന്നത്. മാനുവലി നമ്മൾ ഈ ഇലക്ട്രിക്കലാണ് യൂസ് ചെയ്യുന്നത്. മാനുവലി നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ ഇൻ്റർലോക്കിംഗ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലക്ട്രിക്കൽ ഇൻ്റർലോക്ക് നമുക്ക് നോക്കാം, എങ്ങനെയാണ് കോൺടാക്ടറിനെ ഇലക്ട്രിക്കലി ഇൻ്റർലോക്ക് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു കോൺടാക്ടർ റൺ ചെയ്യുമ്പം മറ്റേ കോൺടാക്ടർ റൺ ചെയ്യാൻ പാടില്ല. ഇതാണ് എൻ്റെ ഒരു സെറ്റ് സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടനാണ് ഒരു കോൺടാക്ടറിൻ്റെ. ഇത് രണ്ടാമത്തെ സെറ്റ് പുഷ് ബട്ടനാണ്, ഇതിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആണ്. ഇത് എൻ്റെ സപ്ലൈ ആണ്, ഇത് ബ്രേക്കറാണ്, പവർ സപ്ലൈൻ്റെ ബ്രേക്കറാണ്, ഇതിൻ്റെ കൺട്രോൾ വോൾട്ടേജിൻ്റെ ബ്രേക്കറാണിത്. അപ്പോൾ ഞാൻ വയറിംഗ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇതിൽ കൺട്രോൾ സപ്ലൈ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഫസ്റ്റ് സെറ്റിനെ ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു കോൺടാക്ടറിനെ ഞാൻ ഈ ഫസ്റ്റ് സെറ്റിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പിലാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇതിൻ്റെ സ്റ്റോപ്പിൽ കൊടുത്ത് ഈ സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് നേരെ എങ്ങോട്ട് പോകണം, സ്റ്റാർട്ടിൽ പോകണം. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ A1 എടുക്കുക ചെയ്യാറ്. പക്ഷേ ഞാൻ ഇൻ്റർലോക്കിങ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ വന്നിട്ട് നേരെ ഇതിൻ്റെ NC നോർമലി ക്ലോസിലൂടെ വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ A1 ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. കാരണം ഇത് വർക്ക് ചെയ്യാത്ത സമയത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോജിക് എന്ന് പറയുന്നത് ഇതിൻ്റെ നോർമലി ക്ലോസിലൂടെ അനദർ കോൺടാക്ടറിൻ്റെ നോർമലി ക്ലോസിലൂടെ എടുത്തിട്ട് നമുക്ക് A1 സപ്ലൈ കൊടുക്കുക. അപ്പോൾ ഞാൻ അതാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈ എൻഡിൽ നിന്നും ഞാൻ നേരെ ഇതിൻ്റെ NCയിലേക്ക് കൊടുത്ത്, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, സെക്കൻഡിൻ്റെ NCയിൽ കൊടുത്ത് ഇനി അതിൻ്റെ ഔട്ട് എടുത്തിട്ട് NCയിൽ കൊടുത്ത് ഇനി ഇതിന്ന് ഔട്ട് എടുത്തിട്ടാണ് ഞാൻ നേരെ A1 കോയിൽ സപ്ലൈയിലേക്ക് കൊടുക്കുന്നത്. ഇതിൻ്റെ NCന്ന് എടുത്തിട്ട് ഞാൻ നേരെ കോയിലിൻ്റെ A1 കൊടുത്തു.
ഇനി നമുക്കിതിനെ ഹോൾഡ് ചെയ്യിക്കണം. ഈ ഒരു കോൺടാക്ടറിനെ ഹോൾഡ് ചെയ്യിക്കണം. ഈ കോൺടാക്ടറിനെ ഹോൾഡ് ചെയ്യിക്കാൻ എന്താ ചെയ്യേണ്ടത്? A1 ഒരു ജമ്പർ NOയിലേക്ക് എടുത്തിട്ട് NO നോർമലി ഓപ്പൺ നേരെ ഈ സ്റ്റാർട്ടിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കണം. ഔട്ട്പുട്ടിലല്ല, ഇൻപുട്ടിൽ കൊടുക്കണം. ഇനി അതും കൂടി ചെയ്യാണ്. ഈ ഹോൾഡിംഗ് എന്താണെന്നൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തതാണ്. ഹോൾഡിംഗ് സർക്യൂട്ടും ഹോൾഡിംഗ് എങ്ങനെയാണെന്ന് അറിയാത്തവർ ആ വീഡിയോ കണ്ടിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പം ഞാനിവിടെ ഇത് ലൂസ് ചെയ്യാണ്. A1 ലൂസ് ചെയ്യാണ്. A1ലേക്ക് ഒരു ജമ്പർ കൊടുത്ത് A1 ഒരു ജമ്പർ എടുത്ത് നോർമലി ഓപ്പണിൽ കൊടുക്കുകയാണ്. നോർമലി ഓപ്പണിൻ്റെ അതർ എൻഡ് നേരെ ഞാൻ സ്റ്റാർട്ടിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. ഔട്ട്പുട്ടിലല്ല, ഇൻപുട്ടിൽ കൊടുക്കുകയാണ്. നേരെ ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് ഇവിടെ ഇത് ഓക്കെ. ഇതിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഈ കോൺടാക്ടറിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ന്യൂട്രൽ ലിങ്ക് ചെയ്യണം. ഞാൻ ന്യൂട്രൽ കൊടുക്കുകയാണ്. ഞാൻ ഈ രണ്ടിനും ന്യൂട്രൽ ലിങ്ക് ആയിട്ട് ഒരു കോമൺ ന്യൂട്രലിലേക്ക് ഞാൻ കൊടുക്കുകയാണ്. ന്യൂട്രൽ ഞാൻ ഓൾറെഡി ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കോൺടാക്ടറിൻ്റെ ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ നമുക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ ചെയ്യാം. നമുക്ക് അതിലെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ A1ലേക്കുള്ള സപ്ലൈ നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ കോൺടാക്ടറിൻ്റെ A1ലേക്കുള്ള സപ്ലൈ നമ്മൾ ഒന്നാമത്തെ കോൺടാക്ടറിൻ്റെ നോർമലി ക്ലോസിലൂടെയാണ് എടുക്കുന്നത്. അങ്ങനെ എടുത്ത് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റോപ്പ് പുഷ് ബട്ടൻ്റെ ഇൻപുട്ടിൽ നമ്മൾ ഓൾറെഡി സപ്ലൈ വന്ന് കിടക്കുന്നുണ്ട്. അവിടെ ഞാനൊന്ന് ലൂപ്പ് ചെയ്യാണ് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക്. രണ്ടാമത്തെ കോൺടാക്ടറിൻ്റെ സ്റ്റോപ്പിൻ്റെ ഇൻപുട്ടിലേക്ക് ലൂപ്പ് ചെയ്യാണ്. ഓക്കെ, രണ്ടാമത്തേൽ ലൂപ്പ് ചെയ്ത് ഇനി നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് രണ്ടാമത്തെ കോൺടാക്ടറിൻ്റെ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിൽ കൊടുക്കാം. സ്റ്റാർട്ട് ലൈനിൽ കൊടുത്ത് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഫസ്റ്റത്തിൻ്റെ NC വഴി രണ്ടാമത്തേൻ്റെ കോയിൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അത് ചെയ്യാം നമുക്ക്. അവിടുന്ന് ഈ എൻഡിൽ നിന്ന് നേരെ A1ലേക്ക് കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ നോർമലി ക്ലോസ് ഒന്നും ഇതിൻ്റെ നോർമലി ക്ലോസ് ഒന്നും ഞാൻ നേരെ A1 സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടാമത്തെ കോൺടാക്ടർ നമുക്ക് ഹോൾഡ് ചെയ്യിക്കാൻ നമ്മൾ ആദ്യം ചെയ്ത പോലെ A1 ഒരു ജമ്പർ നോർമലി ഓപ്പൺ എടുക്കുക. നോർമലി ഓപ്പണിൻ്റെ അതർ എൻഡിൽ നിന്ന് നേരെ ഇതിൻ്റെ സ്റ്റാർട്ടിൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുക. അതും കൂടി ചെയ്താൽ ഇതിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയി. നോർമലി ഓപ്പണിന് ഞാൻ ഈ കോൺടാക്ടറിൻ്റെ സ്റ്റാർട്ടിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ട് ഹോൾഡിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. ലൂസാക്കാം. നമുക്ക് ഇൻപുട്ടിനൊന്ന് ലൂസ് ചെയ്ത് ഇൻപുട്ടിൻ്റെ ടെർമിനൽ ലൂസ് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ കോൺടാക്ടർ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ കോൺടാക്ടർ ഓൺ ആയിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് ഓൺ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഓൺ ചെയ്യാൻ പോവാണ്. ഇതിനെ ഓൺ ചെയ്യാനുള്ള പുഷ് ബട്ടണാണ് ഇത് ഓൺ ആക്കിയാലും ഓൺ ആവില്ല. കാരണം ഇത് ഇലക്ട്രിക്കലി ഇൻ്റർലോക്കിംഗ് ആണ് ഇത് തമ്മിൽ. അതുകൊണ്ട് ഇത് ഓൺ ആവില്ല. ഞാൻ ക്ലോസ് ചെയ്ത് ഇനി ഓൺ ചെയ്താൽ രണ്ടാമത്തെ ഓൺ ആവും. ഇനി രണ്ടാമത്തെ ഓൺ ആകുന്ന കണ്ടീഷനിൽ ഫസ്റ്റത്തേത് നമുക്ക് ഓൺ ആക്കാൻ കഴിയില്ല. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണം ഇത് ഓൺ ആവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർവേഡ് റിവേഴ്സ് മോട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഡെൽറ്റ അതിൽ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ATSൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ട്രാൻസ്ഫർ സ്വിച്ചിൽ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിങ്ങിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഫോർവേഡ് റിവേഴ്സൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യും. ഫോർവേഡ് റിവേഴ്സ് എൻ്റെ കണക്ഷൻ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്.
അതേപോലെ സ്റ്റാർ ഡെൽറ്റ, അതിലൊക്കെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഇൻ്റർലോക്കിംഗ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇനിയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഈസി ആവും. പ്രത്യേകിച്ച് ഈ 2 വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർലോക്കിങ്ങിനെ കുറിച്ച്, കോൺടാക്ടറിനെ എങ്ങനെ ഇൻ്റർലോക്കിംഗ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.